എയർപോർട്ടില് ഭയങ്കര സ്വീകരണമായിരുന്നു എല്ലാരും കേട്ടോ. ഞാൻ എനിക്കോലും റോബിന്റെ ഒന്നും അത്രയും വന്നില്ല എങ്കിലും അതുപോലെ തന്നെ രജിത്തിന്റെയും റോബിന്റെ ഒന്നും അത്രയും വന്നില്ല എങ്കിലും ഭയങ്കര സ്വീകരണമായിരുന്നു. അനുമോക്ക് എനിക്കൊന്ന് അനുമോള് ട്രിവാൻഡ്രത്താണ് ഇറങ്ങിയത് കേട്ടോ. ഒന്നുകൂടെ അനുമോള് കൊച്ചിയിലായിരുന്നു ഇറങ്ങിയെങ്കിൽ ഇതിൽ കൂടുതൽ ആൾക്കാർ വന്നേനും. ഷാനവാസിനെ ആയാലും അനീഷിനെ ആയാലും നിവിൻ അവരെല്ലാം എന്താ നമ്മുടെ ആദില നൂറൊക്കെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് എനിക്കൊന്ന് അറിയത്തില്ല, ഒരുപാട് ആളുണ്ടല്ലോ. പക്ഷെ എല്ലാവർക്കും കൂടെ വേണ്ടി വന്ന ആൾക്കാർ ഇപ്പം സിംഗിളായി പോയെങ്കിൽ ഇത്ര ആൾക്കാർ വരുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എല്ലാവരും വീഡിയോയിലൊക്കെ കാണിക്കുന്നുണ്ട്, ഒരുപാട് ആളുന്നുണ്ട്. പക്ഷെ ഷാനവാസിന്റെ ഫാൻസ് ഉണ്ട്, അതിൽ അനീഷിന്റെ ഫാൻസ് ഉണ്ട്, അതിൽ രേണു സുധീരായാലും ആദില നൂറയുടെ ഫാൻസ് ഉണ്ട്, ഇവരുടെ എല്ലാം നെവിന്റെ ഫാൻസ് ഉണ്ട്, എല്ലാവരും ഫാൻസ് ഉണ്ട്, അതിൽ അക്ബറിന്റെ ഫാൻസ് ഉണ്ട്, എല്ലാവരും ഫാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അത്ര ആൾക്കാരായിട്ട് നിന്നത്. പക്ഷെ എങ്കിലും അടിപൊളിയായിരുന്നു. എന്താ വെച്ചാൽ എനിക്ക് ഞാനിതൊക്കെ ഭയങ്കര ഡ്രീമിൽ നിന്ന് കാണുന്ന സംഭവമാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. കാരണം എന്താ പറയാ, എല്ലാവരും ഇങ്ങനെ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ ആൾക്കാരിങ്ങനെ വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക. ഷാനവാസിനെയൊക്കെ എടുത്തോണ്ട് പോയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നി. ഇന്നലെ വയ്യാത്ത ആളല്ലേ, ഇങ്ങനെ കുലുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം പേടി തോന്നി. അതുപോലെ നെവിന് ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അനീഷിന് മിണ്ടാനൊന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. അനീഷും ഭയങ്കര സന്തോഷം. ബ്രദർ വന്ന് കെട്ടിപ്പിടിച്ചോണ്ട് പോകുന്നുണ്ടായിരുന്നു. അനീഷ് ഓൾറെഡി വിന്നറാണ്. ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ട്. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര നമുക്ക് ഒരു രോമം എടുത്തുവല്ലോ. ഷാനവാസായാലും അതുപോലെ അനുമോൾ അവിടെ അക്ബറിനെ തന്നെ ആയാലും ചെണ്ടയൊക്കെ കൂട്ടിയിട്ടാണ് സ്വീകരിച്ചുകൊണ്ട് നോട്ടുമാലയൊക്കെ അവർ കുഞ്ഞുങ്ങളും മക്കളും ആരൊക്കെ ഇടുന്നുണ്ടായിരുന്നു. എന്തായാലും സോ ഹാപ്പി മൊമെന്റ് ആണ്. എനിക്ക് തോന്നുന്നു നിവിൻ പറഞ്ഞതിന്റെ തൊട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ പോകുന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടെ തന്നെ ഉള്ളൊരു ഇതാണ് തിരിച്ചിറങ്ങുമ്പോൾ ഇതുപോലത്തെ ഒരു സ്വീകരണം. അതൊക്കെ എൻ്റെ ഒരു ഡ്രീമാണ് കേട്ടോ. അപ്പം അങ്ങനെ പലർക്കും ഡ്രീം കാണും. ബിഗ് ബോസിൽ നിന്ന് വരുമ്പോൾ കുറേ ആൾക്കാർ വന്ന് സ്വീകരിക്കുക, ഫോട്ടോ എടുക്കുക, ഓക്കെ എന്തെങ്കിലും നടക്കുമെന്ന് വിചാരിക്കുന്നു. ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.